ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CPI പോലും ആവശ്യപ്പെട്ടിട്ടും LDF യോഗത്തിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. വിഷയം യോഗത്തിന്റെ അജണ്ടയിലില്ലായിരുന്നു. ഘടകകക്ഷികളുടെ ആവശ്യപ്രകാരം ചർച്ച ചെയ്തു. പക്ഷേ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചോ എന്ന് നമുക്കറിയണം. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം എത്തുന്നു. ആർ ശ്രീജിത്ത്, ഇന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച നടന്നില്ല എന്നത് കണ്ടപ്പോൾ LDF യോഗത്തിലേക്കാണ്. LDF യോഗത്തിൽ CPI ഒക്കെ പുറത്ത് വലിയ ആർജവത്തോടെ ആഞ്ഞടിച്ചെങ്കിലും LDF യോഗത്തിനുള്ളിൽ നടന്നത് എന്താണ് ആർ ശ്രീജിത്ത്? സുജയ, കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാന രാഷ്ട്രീയ വിഷയമായ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച LDF യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അജണ്ട അംഗീകരിക്കുന്ന നടപടിയാണ് സാധാരണ യോഗാരംഭത്തിൽ ആദ്യം നടക്കുന്നത്. അങ്ങനെ അജണ്ട അംഗീകരിക്കുന്ന ഘട്ടത്തിൽ ഈ ADGP RSS കൂടിക്കാഴ്ച അജണ്ടയിൽ ഇരുന്നപ്പോൾ RJD നേതാവ് വർഗീസ് ജോർജ് ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇത് അജണ്ടയിലേക്ക് വരുന്നത്. അങ്ങനെ അപ്പോഴാണ് CP അടക്കമുള്ള കക്ഷികൾ ADGP RSS കൂടിക്കാഴ്ച വിഷയത്തെപ്പറ്റി തങ്ങളുടെ നിലപാട് യോഗത്തെ അറിയിച്ചത്. അതായത് ഈ നടപടിക്ക് ആദ്യം തുടക്കം കുറിച്ചത് RJD നേതാവായ വർഗീസ് ജോർജാണ്. RJD നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം RSS ADGP കൂടിക്കാഴ്ച ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഇത് LDFന്റെ ഏകോപന സമിതിയാണ്. LDFന്റെ ഏകോപന സമിതി എങ്ങനെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്തേ മതിയാകൂ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഇത് അജണ്ടയിൽ പോലുമില്ലായിരുന്നു. കേരളമാകെ ചർച്ച ചെയ്യുന്ന, CPIഎമ്മിൻ്റെ പ്രവർത്തകരാകെ ചർച്ച ചെയ്യുന്ന, മറ്റേ മുന്നണിയുടെ പ്രവർത്തകരാകെ ചർച്ച ചെയ്യുന്ന, സമൂഹമാകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം LDFന്റെ ഏകോപന സമിതിയുടെ അജണ്ടയിൽ പോലുമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ തിരുത്തിയത് RJD നേതാവ് വർഗീസ് ജോർജിൻ്റെ ഇടപെടലാണ്. അദ്ദേഹമാണ് ഈ വിഷയം, രാഷ്ട്രീയ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്ന കർശനമായ നിലപാട് എടുത്തത്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം, അതായത് ADGP RSS കൂടിക്കാഴ്ച ഈ LDF യോഗത്തിലേക്ക് ചർച്ചയായി വന്നത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഈ വിഷയവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താം എന്നത് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF യോഗത്തിൽ നൽകിയ മറുപടി. അതായത് ADGPക്കെതിരെ നടപടിയെടുക്കുമെന്നോ, അദ്ദേഹത്തിൻ്റെ ചെയ്തി രാഷ്ട്രീയമായി ശരിയാണോ, അല്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഉദ്യോഗസ്ഥ നിലയിൽ അത് ചെയ്യാൻ പാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞില്ല. മറിച്ച് ഈ വിഷയം കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താം, അതായത് തിടുക്കപ്പെട്ട് നടപടിയില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി, ആ കടുംപിടുത്തത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. ഒരു തരത്തിലുള്ള മാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറല്ല. DGP സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന സംഭവം ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ നിർദ്ദേശപ്രകാരമല്ല. അത് വ്യക്തിപരം എന്ന് എഴുതി കൊടുത്ത അല്ലെങ്കിൽ വിവരിച്ച MR അജിത് കുമാറിന്റെ വാക്കുകൾക്ക് മുഖ്യമന്ത്രി പ്രാധാന്യം കൊടുക്കുന്നു. അതുതന്നെയല്ലേ മുന്നണിയിൽ, പാർട്ടിക്കുള്ളിൽ, പാർട്ടി അനുഭാവികളിൽ നിന്ന് പൊതുവിടങ്ങളിൽ എല്ലാം ഈ വിഷയം ഇത്രയും സജീവമായിട്ടും അതിൽ ഇങ്ങനെ ഒരു തീരുമാനം മതി എന്ന് LDF തീരുമാനിക്കുമ്പോൾ ഇനി ഇതിന്മേൽ ചർച്ചയില്ല എന്ന് തന്നെയല്ലേ ശ്രീജിത്ത്? തീർച്ചയായും കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാർട്ടിയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ പറഞ്ഞതല്ലാതെ ഇപ്പോഴത്തെ വിവാദത്തെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതാണ് ഈ വസ്തുത. എന്നാൽ അത്തരം അപ്പോൾ പ്രകടിപ്പിച്ച ഒരു കൗശലം തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. അതായത് സംസ്ഥാന പോലീസ് മേധാവി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണ പരിധിയിലേക്ക് ADGP RSS കൂടിക്കാഴ്ച വരുന്നു. അപ്പോൾ അതും അന്വേഷിക്കട്ടെ, അന്വേഷിച്ച ശേഷം തങ്ങളുടെ നിലപാട് പറയാം. അതായത് ഒരു മാസത്തെ സമയമെടുത്ത് നടക്കുന്ന അന്വേഷണത്തിന് ശേഷം മാത്രമേ തങ്ങൾക്ക് നിലപാടുള്ളൂ, അഭിപ്രായമുള്ളൂ, തീരുമാനമെടുക്കൂ എന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആ കടുംപിടുത്തത്തിന് മുന്നണി എന്ത് രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും CPI അടക്കമുള്ള പാർട്ടികൾ തങ്ങളുടെ നിലപാട് അർത്ഥസംഖ്യക്കിടയാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നണി യോഗത്തിൽ. അതായത് RSS BJP നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച അത് വ്യക്തിപരമായാലും എന്തു തന്നെയായാലും അതിന് ലക്ഷ്യം പുറത്തു വരിക തന്നെ വേണം. ആ ലക്ഷ്യം എന്തായാലും അക്കാര്യത്തിൽ മാതൃകാപരമായ നടപടി വേണം. മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമല്ല ഉദ്യോഗസ്ഥന്റെ ഈ നിലയിലുള്ള പെരുമാറ്റം, അത് പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എങ്കിൽ പോലും CPIഎമ്മിൻ്റെ നിലപാടിൽ, മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് അതും സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കട്ടെ. തിടുക്കത്തിലൊരു നടപടിക്കും തങ്ങളില്ല. അതായത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കാത്ത പ്രിവിലേജ്, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കാത്ത സംരക്ഷണം, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കാത്ത ആ തരത്തിലുള്ള സംരക്ഷണം, അതാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്.
അതായത് ഉടൻ നടപടിയില്ല. ഒരു മാസമാണ് ഈ അന്വേഷണത്തിനായി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് DGPയുടെ നേതൃത്വത്തിൽ. MR അജിത് കുമാറും ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ശ്രീജിത്ത് മുഖ്യമന്ത്രിക്ക്. അതിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന് MR അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരാതിയുടെ ഉള്ളടക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പാകട്ടെ, ഈ ഒരു മാസം അങ്ങോട്ട് കഴിയട്ടെ, ഒക്ടോബർ ആയിട്ട് നോക്കാം. അതാണോ ലൈൻ? സുജിയ, മുന്നണി യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വർഗീസ് സാർ, അതായത് ഈ യോഗത്തിൽ അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്താൻ കാരണമായ ഇടപെടൽ ഡോക്ടർ വർഗീസ് ജോർജിൻ്റെതാണ്. അദ്ദേഹമാണ് RJD നേതാവായ അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം മുന്നണി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇത് എന്താണിത് അജണ്ടയിൽ പോലും ഇല്ല? തീർത്തും അതിശയകരമായ കാര്യമാണല്ലോ ശ്രീത. ഇത് ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ്. അവിടെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യണ്ടേ? ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിറ്റിക്സ് എന്ന് പറയുന്നത് DGP RSS നേതാക്കളെ കണ്ടതാണ്. അത് ചർച്ച ചെയ്യണ്ടേ? പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ RSS സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ഇലക്ഷനിൽ അവർ വോട്ട് മേടിച്ചു. അത് RSSന്റെ തീരുമാനം. ഇപ്പോഴും നിശ്ചയമില്ല. അവരുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു വോട്ട് മേടിക്കണമെന്ന്. LDFിൽ BJP MLA ഇല്ല, UDFിൽ പറയുന്നുമില്ല, പക്ഷേ ഒരു വോട്ട് അവർക്ക് കിട്ടി. BJPക്ക് 13% വോട്ടായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. അവർ 19. അത് ചർച്ച ചെയ്യണ്ടേ? ഇപ്പോൾ പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ പോയി RSSന്റെ ദേശീയ നേതാക്കളെ കണ്ടിരിക്കുന്നു. ചർച്ച ചെയ്യണ്ടേ? അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് മറ്റ് ഘടകകക്ഷികൾ അതിനോട് യോജിച്ചു. ആ ഘടകകക്ഷികളും തന്നെ ചർച്ചയിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ചർച്ചയിലേക്ക് കടക്കുകയായിരുന്നു. CP അടക്കമുള്ളവർ അവരുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ADGP മാറ്റി നിർത്തണം തന്നെയാണല്ലോ തന്നെ പറഞ്ഞു. RJDയുടെ നിലപാട് അത് തന്നെയാണ്. ഞങ്ങൾ ആ യോഗത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ. മുഖ്യമന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്ന മറുപടി? മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ ഈ വിഷയം കൂടി അന്വേഷണത്തിൻ്റെ പരിധി കൊണ്ടുവരും. അതിനുശേഷം തീരുമാനമെടുക്കാം. ഒരു നടപടിയില്ല. ഇപ്പോൾ രാഷ്ട്രീയമായ നടപടിയില്ല. അതെന്താ കാരണം അദ്ദേഹം പറയുന്നത്? അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെ, ഇന്നത്തെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. മറ്റെന്തെങ്കിലും മദ്യനയം അംഗീകരിച്ചു? ഇല്ല, മറ്റു വിഷയങ്ങളൊന്നും വന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ പറഞ്ഞു. അതേസമയം തന്നെ LDFിൻ്റെ തീരുമാനം മുഖ്യമന്ത്രിയും പറഞ്ഞു. അപ്പോൾ LDFിൻ്റെ ഒരു ഡിസിപ്ലിൻ ഞങ്ങൾക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം തന്നെ പാർട്ടിയുടെ അതിനോട് യോജിക്കുകയാണ്. എല്ലാവരും അതിനോട് യോജിച്ചു. സുജിയ, വളരെ വ്യക്തമാണ് ഡോക്ടർ വർഗീസ് ജോർജ് ഇക്കാര്യം വ്യക്തമാക്കിയതുപോലെ തന്നെ. അതായത് മുഖ്യമന്ത്രി അന്വേഷണം കഴിയട്ടെ, നടപടിയെടുക്കുന്നതിന് എന്നൊരു അഭിപ്രായം പറഞ്ഞു. അതിനോട് LDFിൻ്റെ ഒരു പൊതുരീതി വെച്ച് എല്ലാവരും യോജിക്കുന്നൊരു സമീപനമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. അതായത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ CPI എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ്. കാരണം CPI ആണല്ലോ പുറത്ത് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചത്. അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. മുന്നണി യോഗത്തിൽ പറയുന്നതിന് മുൻപ് തന്നെ പുറത്ത് പരസ്യമായി തന്നെ നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടു. ADGP RSS കൂടിക്കാഴ്ച, പൂരം കുളമായത്, അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്ക് തന്നെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന CPI ആണ് നമ്മൾ പുറത്ത് കണ്ടത്. പക്ഷേ LDF യോഗത്തിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ച, അത് ആദ്യഘട്ടത്തിൽ MV ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിൽ നടന്നത്, അത് ഈ വിഷയത്തിൽ ഇതാണ് നിലപാടെന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനായിട്ടായിരുന്നു. അപ്പോൾ സുജയ, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ നിലപാട് യോഗത്തിൽ പറഞ്ഞു. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് വ്യക്തമാക്കി. അതായത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം നേരിടുന്ന, പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന, ഒപ്പം തന്നെ വഴിവിട്ട ബന്ധങ്ങളുണ്ട്, അതായത് സ്വർണ്ണക്കടത്തുകാരുമായിട്ടടക്കം ബന്ധമുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം, നീക്കണം, അതേ മതിയാകൂ എന്ന നിലപാട് CPIയും ഈ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യം ഇപ്പോൾ അല്പം മുമ്പ് ഡോക്ടർ വർഗീസ് ജോർജ് നമുക്ക് നൽകിയ പ്രതികരണത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. RJD, CPI അടക്കമുള്ള കക്ഷികളെല്ലാം ഈ നിലപാട് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി ഒരൊറ്റ സമീപനത്തിൽ നിൽക്കുകയാണ്. അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണ പരിധിയിലേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയം കൂടി, അതായത് RSS BJP നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വിഷയം കൂടി ഉൾപ്പെടുത്താം. ആ അന്വേഷണം കഴിയട്ടെ. അതുവരെ വേറൊരു രാഷ്ട്രീയമായ നടപടികൾക്കൊന്നും സർക്കാർ ഒരുക്കമല്ല, CPIM ഒരുക്കമല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ CPI ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് യോഗം പോയിരുന്നോ എന്നതുകൂടി നമുക്കറിയണം. LDF യോഗത്തിന്റെ ഇന്നത്തെ ചർച്ചയിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതികരണങ്ങളടക്കം ശ്രീജിത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.